ഇന്ത്യൻ സിനിമയിലെ മികച്ച അഭിനേത്രികളിൽ ഒരാളാണ് സരിത. കെ ബാലചന്ദ്രൻ്റെ മരോ ചരിത്ര എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സരിത പിന്നീട് തെന്നിന്ത്യയിലെ പ്രിയപ്പെട്ട നടിയായി മാറി. ആന്ധ്രാപ്രദേശിലാണ് സരിത ജനിച്ചത്. സരിതയുടെ ജീവിതം ഒരു സിനിമാ ജീവിതം പോലെ തന്നെ നാടകീയതകൾ നിറഞ്ഞതാണ്. നമ്മൾ സരിതയെ അറിയുന്നത് മുകേഷിൻ്റെ മുൻ ഭാര്യ എന്നുള്ള രീതിയിലാണ്. മുകേഷും സരിതയും തമ്മിലുള്ള പ്രണയവും അവർ തമ്മിലുള്ള വിവാഹവും ഒക്കെ നമ്മൾ ആഘോഷിച്ചു. അവരുടെ വിവാഹമോചനവും ആഘോഷിച്ചു മാധ്യമങ്ങൾ. അതിനു മുമ്പ് സരിതയ്ക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നു. ആ ജീവിതം വിവാദങ്ങൾ നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു. സരിത 16-ാം വയസ്സിലാണ് വിവാഹം കഴിച്ചത്. ആദ്യ വിവാഹം പ്രശസ്ത തെലുങ്ക് നടൻ വെങ്കട സുബ്ബയ്യയെ സരിത വിവാഹം കഴിച്ചു. അപ്പോൾ വെങ്കട സുബ്ബയ്യയ്ക്ക് പ്രായം 50. അതൊരു ബാലവിവാഹമായിരുന്നു, ശൈശവ വിവാഹമായിരുന്നു എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ എഴുതിയത്. എന്തായാലും 1 വർഷത്തിൽ കൂടുതൽ ആ വിവാഹ ജീവിതം നിലനിന്നില്ല. വെങ്കട സുബ്ബയ്യയെ ഉപേക്ഷിച്ചു സരിത. പിന്നീട് തെന്നിന്ത്യൻ സിനിമയിൽ സരിത ഒരു പുതിയ താരോദയമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടൊപ്പം സരിതയെ പിന്തുടർന്ന് പാപ്പരാസികളും എത്തി. സരിതയും നടൻ ത്യാഗരാജനും തമ്മിലുള്ള ലിവിങ് ടുഗദർ ജീവിതമാണ് ഒരു കാലത്തെ പാപ്പരാസികളെ കോൾമയിർ കൊള്ളിച്ചത്. മലയൂർ മമ്മട്ടിയാൻ എന്ന ത്യാഗരാജൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ സരിതയായിരുന്നു നായിക. ഈ ചിത്രത്തിൽ ത്യാഗരാജനുമായി വളരെ ഇഴുകിച്ചേർന്ന് തന്നെ സരിത അഭിനയിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന് ശേഷമാണ് ത്യാഗരാജനും സരിതയും ലിവിങ് ടുഗദർ ജീവിതം ആരംഭിച്ചത്. ത്യാഗരാജന് വേറൊരു ഭാര്യയും മക്കളുമൊക്കെയുണ്ട്. പ്രശാന്ത് പിൽക്കാലത്ത് തമിഴിൽ ശ്രദ്ധേയനായ ജീൻസിലൂടെയൊക്കെ ശ്രദ്ധേയനായ നടൻ പ്രശാന്ത് ത്യാഗരാജൻ്റെ മകനാണ്. എന്തായാലും ത്യാഗരാജനും സരിതയും തമ്മിലുള്ള ലിവിങ് ടുഗദർ ബന്ധം അക്കാലത്ത് തമിഴ് മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു. പക്ഷേ ആ ബന്ധവും അധികകാലം നിലനിന്നില്ല. ത്യാഗരാജൻ വളരെ വേഗം തമിഴ് സിനിമയിൽ നിന്നും ഔട്ടായി. മലയൂർ മമ്മട്ടിയാന് ശേഷം സേലം വിഷ്ണു തുടങ്ങിയ ചെറിയ ചെറിയ ചിത്രങ്ങളിൽ മലയൂർ മമ്മട്ടിയാൻ വലിയ ഹിറ്റായെങ്കിലും പിന്നീട് ത്യാഗരാജൻ്റെ സേലം വിഷ്ണു അടക്കമുള്ള ചിത്രങ്ങളൊന്നും വിചാരിച്ച പോലെ ഓടിയില്ല. ത്യാഗരാജൻ പ്രതിനായകനായി മാറേണ്ടി വന്നു. തെലുങ്കിലും തമിഴിലുമൊക്കെ ത്യാഗരാജൻ പ്രതിനായകനായി മാറി. ത്യാഗരാജൻ്റെ കാലം കഴിഞ്ഞപ്പോൾ സരിത ഉടുതുണി മാറും പോലെ ത്യാഗരാജനെ ഉപേക്ഷിച്ചു. പിന്നീടാണ് അതിനോടൊപ്പം തമിഴ് സിനിമയോടൊപ്പം തന്നെ സരിത മലയാളത്തിലും ശ്രദ്ധ നേടിയിരുന്നു. സരിതയുടെ മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സന്ദർഭം എന്ന ചിത്രമാണ്. മമ്മൂട്ടിയും സരിതയും നായികനായകന്മാരായി അഭിനയിച്ച ആ ചിത്രം 150 ദിവസമാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു സന്ദർഭത്തിന് ശേഷം മമ്മൂട്ടി സരിത ടീമിൻ്റെ കുറേ ചിത്രങ്ങൾ ഇറങ്ങി. തനിയാവർത്തനം അടക്കമുള്ള ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ ചിത്രമാണ്. സരിതയ്ക്ക് അഭിനയിക്കാൻ പ്രത്യേക കഴിവുണ്ട്. കണ്ണുകൾ കൊണ്ട് അഭിനയിക്കാൻ അറിയാവുന്ന അപൂർവം ചില നടിമാരിൽ ഒരാളാണ് സരിത. ശ്രീവിദ്യയും കണ്ണുകൾ കൊണ്ട് അഭിനയിക്കാൻ അറിയാവുന്ന നടിയായിരുന്നു. എന്തായാലും പിന്നീട് സരിത മുകേഷിനെ വിവാഹം കഴിച്ചു. ആ വിവാഹം കുറേ കാലം നീണ്ടു നിന്നെങ്കിലും പിന്നീട് എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് സരിത രംഗത്തെത്തിയപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിച്ചു. മുകേഷ് മദ്യപാനിയാണെന്നും തന്നെ നിരന്തരം പീഡിപ്പിക്കുമെന്നും അയാൾ സ്ത്രീലമ്പടനാണെന്നും പല സ്ത്രീകളുമായി മുകേഷിന് ബന്ധമുണ്ടെന്നും ഒക്കെ സരിത വെട്ടിത്തുറന്ന് പറഞ്ഞു. മുകേഷ് ഇലക്ഷന് നിൽക്കുമ്പോഴായിരുന്നു സരിതയുടെ വെളിപ്പെടുത്തൽ. പക്ഷേ മുകേഷ് ജയിച്ചു കയറി. 2 പ്രാവശ്യം മുകേഷ് ജയിച്ചു കൊല്ലത്ത് നിന്ന്. ഇപ്പോഴും കൊല്ലം MLA ആണ് മുകേഷ്. എല്ലാവരും അക്കാലത്ത് സരിതയുടെ കൂടെയായിരുന്നു. മുകേഷിനെ എല്ലാവരും കുറ്റപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ സരിതയുടെ ജീവിതം പറയുമ്പോൾ സരിതയുടെ കയ്യിലും പാളിച്ചകൾ ഉണ്ട്. സരിത വന്ന വഴികൾ ഒരുപാട് വളഞ്ഞ വഴികളായിരുന്നു. വെങ്കട സുബ്ബയ്യയെ 1 വർഷം കൊണ്ട് വലിച്ചെറിഞ്ഞ സരിത പിന്നീട് ത്യാഗരാജനെ വലിച്ചെറിഞ്ഞു.
അതിനുശേഷം മുകേഷിനെ വിവാഹം കഴിച്ചു. എന്തായാലും സരിതയുടെ കഥ ഒരു സിനിമാ കഥ പോലെ തന്നെ നാടകീയതകൾ നിറഞ്ഞ കഥയാണ്.